Good afternoon. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. 4th മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ. അതില് നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു? അക്രഡിറ്റേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഈ ഹോസ്പിറ്റലുകൾക്കൊക്കെ അതിന്റെ ക്വാളിറ്റീനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു അംഗീകാരം നൽകുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 2-3 പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അക്രഡിറ്റേഷന്റെ ഇതിനകത്ത് അസിസ്റ്റ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് meet a set of needs planned to improve the safety and quality of care. നമ്മൾ സേഫ്റ്റി ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ സുരക്ഷയും ക്വാളിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായി വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള് ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു ഹെൽത്ത് ഓർഗനൈസേഷനെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലുകൾ ഒരു സെറ്റ് ഓഫ് ഗോൾസ് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അംഗീകാരം. ഈ അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞ എന്താ? സ്വമേധയാ ഉള്ളതാണ്. അതായത് നമ്മള് ഇവിടെ ആരുടെയെങ്കിലും ഒരു പ്രേരണ കൊണ്ടോ കറക്റ്റ് ആയി ഒന്നും കൊടുക്കുന്നതല്ല. അവിടെ കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് അത് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അക്രഡിറ്റേഷൻ നൽകുന്നത്. അത് ആരുടെയും പ്രേരണ ഒന്നും കൂടാതെ ഒരു റെക്കമെൻഡേഷനിലോ ഒന്നും കിട്ടുന്ന ഒരു കാര്യമല്ല അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് യൂഷ്വലി വോളണ്ടറി എന്ന് പറയുന്നത്. സ്വമേധയാ ഉള്ളതാണ്. അത് ആ ഹോസ്പിറ്റലുകൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു അംഗീകാരം കിട്ടും, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കും. Okay, it has gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായിട്ടുള്ള ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയാ പല ഹോസ്പിറ്റലുകളിലും ഒക്കെ കേരളത്തിലും ഒക്കെ ആണെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് 2 ഓർഗനൈസേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. JCI പഠിക്കാനുണ്ട്, NABും അടുത്ത ഇതിനകത്ത് പഠിക്കാനുണ്ട്. 2 ഓർഗനൈസേഷനാണ് അവിടെ അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷനുകൾ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അത് അന്നേരം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം. ഇവിടെ നോക്കിയേ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഫസ്റ്റ് നോക്കിയേ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക. അതായത് നമുക്കപ്പോ പേടിക്കേണ്ട. ഒരു അക്രഡിറ്റീവ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ 100% ഓക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ പൊതുവിശ്വാസം, ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വാസം എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്തുന്നതിന് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ അംഗീകാരം നൽകുന്നത് സഹായിക്കും. അതിന്റെ ബെനിഫിറ്റ്സ് ആട്ടോ. ഫസ്റ്റ് എന്താ? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുന്നതിന്, ആ ഹോസ്പിറ്റലിനോടുള്ള ആളുകളുടെ പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് നോക്കിയേ, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. സേഫ് ആയിട്ടുള്ള, ഒരു സുരക്ഷിതമായിട്ടുള്ള, അതുപോലെ എഫിഷ്യന്റ്, കാര്യക്ഷമമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഒരു അന്തരീക്ഷം, അവിടെ ഒരു വർക്ക് എൻവയോൺമെന്റ്, തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കുമല്ലോ. സേഫ് ആയിട്ടുള്ള രീതിയിൽ, എല്ലാം നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെ അവർക്കൊരു സേഫ് ആയിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. അടുത്ത നോക്കിയേ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചകള്. എന്താണ്? പേയ്മെന്റ് സോഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടത്തുക. പിന്നെ ലിസൺ ടു പേഷ്യന്റ് ആൻഡ് ദെയർ ഫാമിലി, റെസ്പെക്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് പാർട്ട്ണർ. രോഗികളെ, പേഷ്യൻസിനെയും അവരുടെ ഫാമിലിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുക, അതായത് ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങളെയൊക്കെ മാനിക്കുകയും, പേഷ്യൻസിന്റെ ഫാമിലിയുടെയും അവകാശങ്ങളെയൊക്കെ മാനിക്കുകയും കെയർ പ്രോസസ്സിൽ അവരെ
പാർട്ട്ണറായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പേഷ്യൻസിനും ഫാമിലിയുടെ അവർക്കുടെ അവകാശങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻസിന്റെ ഓരോ അവകാശങ്ങളുണ്ട്. അതൊക്കെ അതിനെ മാനിക്കുകയും അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുകയും കെയർ പ്രോസസ്സിൽ അവരെ പാർട്ട്ണർ ആക്കുകയും ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, generate a culture that is open to learning. ഒരു കൾച്ചർ ജനറേറ്റ് ചെയ്യുക. generate a culture that is open to learning. പഠിക്കാൻ തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക. ഒരു നല്ലൊരു കൾച്ചർ സൃഷ്ടിക്കുക. establish collaborative leadership and a continuous leadership. establish collaborate leadership. സഹകരണ നേതൃത്വവും കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നേതൃത്വവും നിലനിർത്തുക എന്നുള്ളത്. ഇത്ര എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ സ്ഥാപിക്കുക എന്ന് കേട്ടോ. സഹകരണ നേതൃത്വവും തുടർച്ചയായിട്ടുള്ള ഒരു നേതൃത്വവും സ്ഥാപിക്കുക. ഇത് അക്രഡിറ്റേഷന് ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഈ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ബെനിഫിറ്റ്സിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് ചോദിക്കാം. അതൊന്ന് പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, then negotiate with the source of payment, listen to patient and their family, respect their rights and involve them in the care process as partners, generate a culture that is open to learning, establish collaborate leadership and continuous leadership. Okay, ആ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് JCI ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കുക. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇപ്പൊ എഴുതണ്ട, താഴെ 2-3 പോയിന്റ് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം താഴെ തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCI. ഇത് JCI എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തലത്തില്, ഒരു ആഗോള തലത്തില് നമ്മൾ ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അതിനകത്ത് അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്കും അതുപോലെ ഓരോ പ്രോഗ്രാമുകൾക്കും ഒക്കെ അംഗീകാരം നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമാക്കിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. നോൺ പ്രോഫിറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ആണ് JCI. നോക്കിയേ, ഇനി അതിനകത്ത് കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് 1990s to observe the hospital outside the United States. JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1990കളുടെ അവസാനത്തില് യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI. 1990കളുടെ അവസാനത്തില് യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമെയുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. JCI which is also not for profit, ലാഭത്തിന് വേണ്ടി ഉള്ളതല്ല, അതായത് ലാഭേച്ഛയല്ലാതെ presently accredit facilities in Asia, Europe, the Middle East and the South America. ഇത് ലാഭേച്ഛ ഇല്ലാതെ നിലവില് എവിടെ? യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലെ ഒരു ഫെസിലിറ്റികൾക്ക് അംഗീകാരം നൽകുന്നു. A count of JCI accredited hospital worldwide then shows 820 hospital in 47 and above the countries. 47 അതിൽ കൂടുതലുള്ള രാജ്യങ്ങളിൽ 820 ഹോസ്പിറ്റലുകളില് അന്താരാഷ്ട്ര തലത്തില് JCI അക്രഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ നമ്പർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ. ലോകമെമ്പാടുമുള്ള JCI അംഗീകൃത ആശുപത്രിയുടെ കണക്ക് നമ്മള് 2015 വരെ ICI വെബ്സൈറ്റില്
നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലായിട്ട് 820 ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഉണ്ട് എന്നതാണ് പറഞ്ഞേക്കുന്നത്. അതില് 21 ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ, ഇന്ത്യയില് 21 ഹോസ്പിറ്റലുകളുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടേ. നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലുള്ളത്, രാജഗിരി ഹോസ്പിറ്റല്, അഹല്യ ഫൗണ്ടേഷൻ പാലക്കാട്, ഇതൊക്കെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ട്? 21 ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റല് ഇന്ത്യയുടെ 21 എണ്ണം. ആ നമ്പർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇനി അടുത്തത് JCI സ്റ്റാൻഡ്സ് ഫോർ, എന്താണ് എക്സ്പാൻഡഡ് ഫോം? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അത് രണ്ടും അതിൽ നിന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇന്ത്യയിൽ എത്രയുണ്ട്? 21 ഹോസ്പിറ്റലുകളാണ് ഇന്ത്യയിൽ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഉള്ളത്. ഇറ്റ് ഈസ് എ US based നോൺ ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി which sets and addresses standard for the healthcare providers, the level of performance in key functional area like a patient right, patient treatment, infection control. ഇവിടെ നോക്കിയേ, ഇതൊരു എന്താണ് US based, US അധിഷ്ഠിതമാണ്. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി. ഇത് പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി അല്ല, ലാഭത്തിന് വേണ്ടി അല്ലാത്ത ഒരു അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇത്. ഇതിനകത്ത് എന്താ? പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യന്റ് റൈറ്റ്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോളർ എന്നിവ പോലുള്ള പ്രധാന പ്രവർത്തന മേഖലകളിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സിന്റെ പ്രകടന നിലവാരത്തിന് ഒരു മാനദണ്ഡം നൽകുകയും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന്റെ അവകാശങ്ങളൊക്കെ മാനിക്കുന്നുണ്ടോ, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഈ മാനദണ്ഡങ്ങളെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ കണ്ടോ, ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ലെവൽ ഓഫ് പെർഫോമൻസ്, അവർക്ക് ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുക ചെയ്യുന്നത്. JCI's goal is to improve the quality of the health care in the international community by giving worldwide accreditation services. അത് അണ്ടർലൈൻ ചെയ്തിടണം. JCIയുടെ ഗോൾ എന്താ പറഞ്ഞേക്കുന്നത്? ലോകമെമ്പാടുമുള്ള ഒരു അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിയിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തില് നമ്മള് ഈ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് JCIയുടെ ലക്ഷ്യം. എന്താ ചെയ്യുന്നത്? ആ ഹോസ്പിറ്റലിലൊക്കെ കറക്റ്റ് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അംഗീകാരം നൽകുന്ന ഒരു ഇതാണ് അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത്. അതെന്താ? അതിന്റെ ലക്ഷ്യം എന്താ? JCIയുടെ ഗോൾ എന്താ? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് JCIയുടെ ഗോൾ എന്ന് പറയുന്നത്. ഇനി JCI standards would take up to improve the patient care, safety and a path of continuous quality improvement. JCIയുടെ മാനദണ്ഡങ്ങള് മെച്ചപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ്? ഇംപ്രൂവ് പേഷ്യന്റ് കെയറിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. സുരക്ഷ, പേഷ്യൻസിന്റെ സേഫ്റ്റിയില് തുടർച്ചയായിട്ടുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൊണ്ടുപോകും. അതായത് ഈ JCI സ്റ്റാൻഡേർഡുകളിൽ നമ്മൾ പേഷ്യൻസിന്റെ സുരക്ഷ കൂട്ടുന്നതിന് വേണ്ടി, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആ ഹോസ്പിറ്റലിനെ കൊണ്ടുപോകും എന്നാ പറഞ്ഞേക്കുന്നത്. This would strengthen the patient, third party and the insurance confidence and would provide us a competitive edges. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇത് strengthen the patient and third party insurance confidence. നമുക്ക് ഹോസ്പിറ്റലിനോടുള്ള ഒരു കോൺഫിഡൻസ്, പേഷ്യൻസിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് കാരണമാകുന്നു. And would provide us a competitive edges. ഒരു മത്സരാധിഷ്ഠ നേട്ടം നൽകുകയും ചെയ്യുന്നു. അപ്പൊ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെതായ ഒരു ലാഭം അവിടെ ഉണ്ടാവും.
അപ്പൊ നമ്മളും അങ്ങനെയല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റിക്ക് നല്ല സർട്ടിഫിക്കേഷൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ളത് ഇതെന്ന് പറയുമ്പോൾ പേഷ്യൻസിന് സ്ട്രെങ്ത് കൂടുകയും അതനുസരിച്ച് ഒരു മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. Then JCI accreditation is the gold standard for quality since it refers the provision of the highest level of patient care and patient safety. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുണനിലവാരമുള്ള ഒരു സുവർണ നിലവാരമാണ്. അതായത് നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന, എല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ആ മാനദണ്ഡങ്ങൾ, അവരുടെ ഓരോ എഡിക്ഷനും സെക്ഷനിലും ഓരോരോ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ JCI അക്രഡിറ്റേഷൻ അവർക്ക് ആ ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് എന്താ പറഞ്ഞേക്കുന്നത്? അതപ്പോ അത്രയും നല്ല പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് അത് നമ്മള് പ്രതിഫലിപ്പിക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ആണ് JCI accreditation is the gold standard for quality. ക്വാളിറ്റിക്ക് നമ്മള് ഒരു സുവർണ നിലവാരമാണ് JCI accreditation എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന തരത്തിലുള്ള രോഗി പരിചരണവും രോഗിയുടെ സുരക്ഷയും ഒക്കെ അത് ഉറപ്പുവരുത്തിക്കുന്നു. അതങ്ങനെ കൊടുക്കുന്നതിനുള്ള ഒരു നല്ലൊരു ഇതാണ് ഈ അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങൾ ഏതാണ് ഹോസ്പിറ്റലുകൾ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. JCI അക്രഡിറ്റ് ഹോസ്പിറ്റൽ ഇന്ത്യയില് 21 ഹോസ്പിറ്റല്, പിന്നെ JCI എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പിന്നെ ഞാൻ അതിൽ നിന്ന് പറഞ്ഞത് JCIയുടെ ഗോള് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക അതിനകത്ത് കേട്ടോ. ഇനി അടുത്തത് JCI accreditation. JCI accredit 8 type of health program. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അംഗീകാരം നൽകുന്നുണ്ട്. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് JCI അംഗീകാരം നൽകുന്നുണ്ട്. JCI accredit dash type of health programs. എത്ര തരത്തിലുണ്ട്? 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് JCI അംഗീകാരം നൽകുന്നുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്തിടുക. ആ 8 എണ്ണത്തിന്റെ പേരും പഠിച്ചു വെക്കുക. ഏതൊക്കെ ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട് എന്ന് ചോദിക്കാം. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിടുക. ഏതൊക്കെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, അപ്പൊ പേഷ്യന്റ് കെയറിന്റെ ഒപ്പം തന്നെ മറ്റുള്ള അക്കാദമിക് മെഡിക്കൽ ആൻഡ് ഹ്യൂമൻ സബ്ജക്ട് റിസർച്ചുകൾ ഇതൊക്കെ നടത്തുന്ന ഇതാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. അവിടെ പേഷ്യന്റ് കെയർ മാത്രമല്ല, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക്. പിന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ കെയർ ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ, is care provided by the health professional in outpatient setting. പുറമെ ഔട്ട്പേഷ്യന്റ് സെറ്റിംഗ്സിൽ കൊടുക്കുന്ന കെയർ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റികള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ. ഇത്രയും ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. പേരുകൾ മാത്രം പഠിച്ചു വെക്കുക, അതിന്റെ ഡീറ്റെയിൽ നോട്ടൊന്നും ഞാൻ തരുന്നില്ല കേട്ടോ. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ഹോസ്പിറ്റലുകള്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകള് എല്ലാവരും ഒന്ന് വായിച്ചു പോകുക. അതിന്റെ ഒപ്പം ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികള്, ക്ലിനിക്കൽ ലാബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റീസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്. ഇത്രയും ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അപ്പൊ ചോദിക്കാം ഏതൊക്കെ ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? അതോ ഉച്ച കഴിഞ്ഞ് ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ക്ലാസ് എത്തിയും പോയോ? ഇന്ന് ഉറങ്ങുവാണോ? അതിൽ നിങ്ങൾക്ക് അറിയാലോ ഇത് ഇത്തിരി ബോറിംഗ് ആണ്. ഫുള്ള് തിയറി മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ വേറെ ഒന്നും നമുക്ക് എക്സ്ട്രാ പറയാനല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്കറിയാം ഓൾറെഡി എല്ലാം ഈ
ഒരു ബോറടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ നോക്കി അറിയാം. നമ്മൾ ആദ്യമൊക്കെ കയറുന്നത് എത്രയോ കുട്ടികൾ കയറുന്ന ക്ലാസ് ഇപ്പൊ 34 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ആ ഒരു ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ ഇതിലും കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇത് പഠിച്ചേ പറ്റുള്ളൂ. 3rd 4th മൊഡ്യൂള് നമുക്ക് അങ്ങനെ പാടെ ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും വലിയ വലിയ ചാപ്റ്ററാണ്, ഇത്ര ഇങ്ങനെയുള്ള ടഫ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആരും ഇത് ബോറാന്ന് പറഞ്ഞ ക്ലാസ് പറ്റുന്നവരൊക്കെ ക്ലാസ്സിൽ കയറുക കേട്ടോ. എല്ലാവരോടും എന്താ, ചിലരൊക്കെ നമ്മള് റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്ന സമയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ മാക്സിമം ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവർ കേൾക്കുക. ഇത്തിരി ബോറാണെങ്കിലും അന്നന്ന് ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെയാ എടുത്ത് എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവുള്ളൂ. ഏതൊക്കെ സെക്ഷനാണ്, അതിൽ എന്താ വന്നേന്നുള്ളതെങ്കിലും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. ഇത് നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സിലബസ് അങ്ങനെയാണ്. ചാപ്റ്റേഴ്സ് ഓൾറെഡി അറിയാലോ, ഇങ്ങനത്തെ ചാപ്റ്ററുകളാണ്. നമുക്ക് ഇതിങ്ങനെ വായിച്ച് പറയാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടിയൊക്കെ എന്തായാലും എക്സാമിന് ഇത് ഉണ്ടാവും. നമുക്ക് ഈ 3rd 4th മൊഡ്യൂൾ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം വരും. അപ്പത്തേക്ക് നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളതാണ്. അപ്പൊ ആ ഒരു സെൻസിൽ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കേൾക്കും വായിക്കും ഒക്കെ കുറച്ച് നിങ്ങളൊന്ന് ഇവിടെ എന്താ പറയാ, ഒന്ന് റിസ്ക് എടുക്കണം. നിങ്ങളും കൂടി അതുപോലെ ഒന്ന് നോക്കി പോയാൽ മാത്രമാണ് നമുക്ക് ഇതില് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാതെ കേൾക്കാം. മെയിൻ എക്സാം നിങ്ങളുടെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഈ നവംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്ററുകളൊക്കെ തീരും. പിന്നെ 1-2 ദിവസം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് റിവിഷൻ പോലെ ഒന്ന് നമ്മളിപ്പോ വായിച്ച് പറഞ്ഞ് പോണേലുള്ളൂ. അപ്പൊ അതുകൊണ്ട് 1-2 ദിവസം റിവിഷൻ കൂടി കിട്ടിയാൽ ഒരുവിധം ഓക്കെ ആവും. കുഴപ്പമില്ല, നിങ്ങൾ വായിച്ചൊക്കെ നോക്കാം. അതാണ് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് ഇടാനും പറയുന്നത്. ഇനി പ്രത്യേകിച്ച് നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് ഓരോന്ന് എടുക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അത് നോട്ട് ചെയ്യുന്ന പറയുന്ന സെക്ഷനുകൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ ഒന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഈ JCIയുടെ 5th എഡിഷൻ അത് എഫക്റ്റീവ് ഫ്രം 1st April 2014 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നതാണ് ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്. അതില് ഈ 5th എഡിഷനില് നമുക്ക് 4 സെക്ഷനായിട്ട് തിരിച്ചേക്കുന്നത്. ഓക്കെ, JCIയുടെ 5th എഡിഷൻ കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ. ക്ലിയർ ആയോ? JCIയുടെ 5th എഡിഷനെ 4 സെക്ഷനുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അത് ചോദിക്കാം, 5th എഡിഷനിൽ എത്ര സെക്ഷൻ ഉണ്ട്? 4 സെക്ഷനുകളായിട്ടാണ് അവിടെ തിരിച്ചേക്കുന്നത്. സെക്ഷൻ 1 എന്താ? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് APR. അതായത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് അതിനുള്ള ഹോസ്പിറ്റലുകൾ പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ഉൾപ്പെടുന്നതാണ് സെക്ഷൻ 1. അത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹോസ്പിറ്റല് കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർക്കുടെ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, അതാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. അവിടെ വേറൊന്നുമില്ല, പേഷ്യന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള, അത് പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെയാണ് ഈ ഇതിൽ വരുന്നത്. സെക്ഷൻ 2 വന്നത് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, കെയർ ഓഫ് പേഷ്യന്റ്, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്ഷൻ 2 വരുന്നത്. അവിടെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ അത് എക്സാമിന് ചോദിക്കും. നിങ്ങളോട് പറഞ്ഞല്ലോ, JCIയുടെ 5th എഡിഷനെ നമ്മൾ 4 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. സെക്ഷൻ 1 ഏതാണ്? നമ്മൾ ഈ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് ആണ്. അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സുകളാണ് സെക്ഷൻ 1 വരുന്നത്. അപ്പൊ ഇത് തന്നിട്ട് നിങ്ങളോട് ഏത് സെക്ഷനിലാന്ന് ചോദിക്കാം. ഓക്കെ, അത് ആ സെക്ഷനുകൾ ഒന്ന് നോക്കി വെച്ചോളാം കേട്ടോ. 4 സെക്ഷനുകളും ഒന്ന് നോക്കി വെക്കാം. പഠിച്ചല്ല, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് സെക്ഷൻ 1. ഇനി സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഇനി സെക്ഷൻ 3 വരുന്നത് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് മാനദണ്ഡങ്ങളാണ് അതിനകത്ത് വരുന്നത്. സെക്ഷൻ 3 കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകൾ.
ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, അതിന്റെ കീഴിലുള്ളത് പറയാം. ഇനി സെക്ഷൻ 4 എന്ന് പറഞ്ഞത് ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകൾ. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ മാനദണ്ഡങ്ങൾ സെക്ഷൻ 4 വരുന്നു. അപ്പൊ ആ 4 സെക്ഷനുകളിലും ഏതാ വന്നേന്നുള്ള ഹെഡിങ്ങുകളില്ലേ, അതൊന്ന് നോട്ട് ചെയ്യണം. ഇതൊന്ന് ഓരോ സെക്ഷനിലും ഏത് വരാം, അല്ലെങ്കിൽ അത് തന്നിട്ട് അത് JCIയുടെ 5th എഡിഷനിലെ ഏത് സെക്ഷനിൽ വരുന്നതാണെന്നും ചോദിക്കാം. ഇനി അതിന്റെ താഴെയുള്ള സബ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, അതിൽ നിന്ന് മിക്കവാറും ചോദിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പാൻഡഡ് ഫോം ഇല്ലേ, എക്സ്പാൻഡഡ് ഫോം ആണ് ചോദിച്ച് കാണുന്നത്. ഇത് അതിനകത്ത് ഫുൾ അത് കാണാതെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ടൊന്ന് നോക്കി വെക്കുക. എന്ന് വെച്ചാൽ എക്സാമിന് 3 or 4 ഒക്കെ എക്സ്പാൻഡഡ് ഫോം ഉണ്ടാവും. അത് എവിടെ നിന്ന് ഏത് സെക്ഷനിൽ നിന്ന് വരുമെന്ന് അറിയില്ല. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം മാത്രം പഠിച്ചാൽ മതി. അതിൽ ഫസ്റ്റത്തെ നമുക്ക് തന്നിട്ടില്ല അവിടെ, IPSG. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് എടുത്തോ, നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിലേക്ക് എഴുതി വെച്ചോ. ഇന്റർനാഷണൽ patient safety goals. International patient safety goals. Okay. എക്സ്പാൻഡഡ് ഫോം 1-2 പ്രാവശ്യം ഒന്ന് വായിക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമല്ലോ, ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കേട്ട് മറന്ന ഒരു ഇതാവുമ്പോ നമുക്ക് അറിയാൻ പറ്റും. നോക്കാം ഏതാണ് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി കോഡ്, IPSG. അടുത്ത നോക്കി ACC, access to care and continuity of care. Access to care and continuity of care. Then PFR, patient and family rights. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, PFR. എക്സ്പാൻഡ് PFR അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം മാത്രം നോക്കിയാൽ മതി. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. AOP, assessment of patient. COP, care of patient. ആംബുലൻസിന് തന്നിട്ടുണ്ട് care of patient, COP. ASC, anesthesia and surgical care. Then MMU, medication management and use. PFE, എന്താണ് patient and family education. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ 2 എണ്ണം വേറെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. MMU എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ആ ഒരു സെക്ഷൻ 2 വരുന്ന സബാണ് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നോക്കാം. ഇനി സെക്ഷൻ 3 ഏതാ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകളാണ് പറഞ്ഞേക്കുന്നത്. ഏതാ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, QPS. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. PCI എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ലബോറട്ടറി. GLD, ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ. ഗവേണൻസ് ഭരണം, ലീഡർഷിപ്പ് നേതൃത്വം, ഡയറക്ഷൻ ദിശ. ഫോർ ഹോസ്പിറ്റൽ ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Then FMS എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. Then SQE എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. Then MOI, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. ഇതെല്ലാം സെക്ഷൻ 3 വരുന്നതാണ്. ഇനി സെക്ഷൻ 4 ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകളാണ് വരുന്നത്. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPEയും HRPയും, ഹ്യൂമൻ സബ്ജക്ട് റിസോഴ്സ് പ്രോഗ്രാം, MHRP. അത്രയും എക്സ്പാൻഡഡ് ഫോം. മോഡൽ എക്സാം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്ലാസ് നവംബർ കൊണ്ട് തീരും. പിന്നെ ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് സ്റ്റഡി ലീവ്, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച തന്നില്ലേ, അതുപോലെ സ്റ്റഡി ലീവ് ഒക്കെ ഒരാഴ്ച ഉണ്ടാവും. അതിനുശേഷമായിരിക്കും. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല.
ഈ ഒരു മാസം നമുക്ക് ഈ നവംബർ ലാസ്റ്റ് കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് തീരുമെന്ന് പറഞ്ഞിരിക്കണം. എല്ലാവർക്കും ഉണ്ടല്ലോ ഇനിയും ചാപ്റ്ററുകളില്ലേ. നമുക്ക് ഇനി ഒരു ചാപ്റ്റർ അവിടെ കിടക്കുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അത് ബുദ്ധിമുട്ടില്ല കേട്ടോ, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹൗസ് കീപ്പിംഗ് സർവീസ്. അത് വേഗം തീരും, ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു ചാപ്റ്റർ ആണ്. അതും കൂടി ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. പിന്നെ ട്രീസ മാമിന്റെ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ നിഷ മാമിന്റെയും ഷെറിന മിസ്സിന്റെ ഒക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും കൂടെ ഉണ്ടോ ഒന്നോ രണ്ടോ ചാപ്റ്റർ ഒക്കെ വീതം ഈ മാസം ലാസ്റ്റ് നമുക്ക് തീർക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇത്രയും നോക്കാം. ഇതെല്ലാം ഇപ്പൊ നമ്മൾ 4 സെക്ഷൻ പറഞ്ഞില്ലേ, JCIയുടെ 5th എഡിഷനിലെ 4 സെക്ഷനുകളാണ് നമ്മൾ പഠിച്ചത്. ഈ 4 സെക്ഷനുകളെയും അതിന്റെ സബ് കണ്ടോ, അതെല്ലാം ഓരോ ചാപ്റ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്, ഓരോ ചാപ്റ്ററുകളാണ്. ഈ ചാപ്റ്റർ ഓരോ സ്റ്റാൻഡേർഡിലും ഇന്ന ചാപ്റ്ററുകൾ, അതൊക്കെ അതിന്റെ നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്, അതിന്റെ സ്കോറുകൾ നോക്കുന്നത്. ഇതെല്ലാം ഈ സെക്ഷനുകളെ നമ്മൾ പല പല ചാപ്റ്റേഴ്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓരോ സെക്ഷനുകളിലും ഇതുപോലെ പല പല ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മളുണ്ടല്ലോ ഓരോ സെക്ഷനില് ഇപ്പൊ മൊഡ്യൂള്, ഇപ്പൊ നമുക്ക് നോക്കിയേ 4 മൊഡ്യൂള് നമ്മൾ തിരിച്ചു. 4 മൊഡ്യൂളിലും കുറെ ചാപ്റ്ററുകളില്ലേ. ഫസ്റ്റ് മൊഡ്യൂളിൽ എത്ര 15 ചാപ്റ്റർ, അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഓരോ സെക്ഷനിന്റെയും സബായിട്ട് വരുന്നത് ഓരോ ചാപ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ തന്നേക്കണം നോക്കിയേ, JCI 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് കണ്ടെയ്ൻ. കണ്ടോ, മൊത്തം 285 സ്റ്റാൻഡേർഡുകൾ മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയും ക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും നോക്കിയേ. കണ്ടോ, 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സ്. മെഷറബിൾ ഇലമെന്റ്സ് എന്ന് വെച്ചാൽ ഈ മാനദണ്ഡങ്ങൾക്ക് പുറമെ പല കാര്യങ്ങളും അളക്കാൻ പറ്റുന്ന ഒരു ഘടകങ്ങൾ. അതായത് നമുക്ക് ഈ പ്രൊവൈഡിങ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, പെർഫോമിംഗ് സർവീസ് പെർഫോമൻസ്, പിന്നെ അത് ഇൻഫോമിംഗ് ദ പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുന്നത്, അഡ്വർടൈസിങ്, ഇങ്ങനെയുള്ള ഈ മാനദണ്ഡങ്ങൾക്ക് പുറമെ അളക്കാൻ പറ്റുന്ന ഘടകങ്ങൾ, അതാണ് മെഷറബിൾ ഇലമെന്റ്സ് എന്ന് പറയുന്നത്. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പൊ 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സും ആണ് 5th എഡിഷനിൽ പറയുന്നത്. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. 285 standards, then 1160 measurable elements ആണ് അതിനകത്ത് 5th edition hospital standards വരുന്നത്. The standard will be re-examined and published at least every 3 years. കണ്ടോ, ഈ സ്റ്റാൻഡേർഡുകൾ JCI ഒക്കെ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ചെയ്ത് പോവില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന അറ്റ്ലീസ്റ്റ് every 3 years, 3 വർഷമൊക്കെ കൂടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, വീണ്ടും അത് എക്സാമിൻ നടത്തും. അപ്പൊ നമ്മളിപ്പോ ആദ്യം ചെയ്തു ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ കുറച്ചാളെ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടോന്ന് അറിയണ്ടേ. പിന്നെ അത് അവര് ഹോസ്പിറ്റലുകാര് ആ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ കിട്ടി പിന്നെ ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും അത് എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് വിൽ ബി റീഎക്സാമിൻഡ്, അത് പുനഃപരിശോധന നടത്തും 3 വർഷം കൂടുമ്പോൾ. അപ്പൊ ഇപ്പൊ ഒരു അക്രഡിറ്റേഷൻ ഒരു ഇത് കിട്ടി, അടുത്ത 3 വർഷം കൂടുമ്പോൾ വീണ്ടും റീഎക്സാമിൻ ചെയ്ത് ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, എല്ലാവരും ഓക്കെ ആണെങ്കിൽ വീണ്ടും അടുത്തൊരു 3 വർഷത്തേക്ക് കൊടുക്കും, പിന്നെ 3 വർഷം, അങ്ങനെ ഓരോ 3 വർഷം കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ആ റീഎക്സാമിൻ നടത്തും. അതാണ് റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, മാനദണ്ഡങ്ങളുടെ റിവിഷൻ. അത് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ, അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അത് എത്ര വർഷം, 3 വർഷം, അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 3 വർഷം കൂടുമ്പോഴെങ്കിലും അത് റീഎക്സാമിൻ ചെയ്ത് അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അക്രഡിറ്റേഷൻ നൽകുക ചെയ്യുന്നത്. ഓക്കെ, അവിടെ അടുത്തൊരു ഹെഡിങ് വന്നേക്കുന്നത് JCI സർവേ മെത്തഡോളജി. JCI survey methodology. Thorough survey process become operational. സർവേ പ്രക്രിയ എങ്ങനെയാണ് ഒരു പ്രവർത്തന ക്ഷമമാകും. സമഗ്രമായ സർവേ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു പ്രവർത്തനക്ഷമമായിരിക്കും. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. സർവേ ടീമിൽ വരുന്നത് ആരൊക്കെയാണ്? ഇൻക്ലൂഡ് ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ.
അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Typical survey team includes physician, nurse and administration. ഇവരെല്ലാവരും ആ സർവേ ടീമിൽ വരുന്നതാണ്. Surveyors assess various units within an organization and discuss their finding. ഈ സർവേയർമാർ എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള പല യൂണിറ്റുകളെ അസസ്സുകയും വിലയിരുത്തുകയും അവർക്കുടെ ഫൈൻഡിങ്സ് അവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. Surveys conduct a complete system analysis on the integration and coordination of care process. എന്ന് പറഞ്ഞേക്കുന്ന ഈ സർവേകള് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് അനാലിസിസ്, മൊത്തത്തിലുള്ള ഒരു വിശകലനം നടത്താണ് ആ കെയർ പ്രോസസ്സിന്റെ ഇന്റഗ്രേഷൻ, കോർഡിനേഷൻ ഇതൊക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ്, ഒരു വിശകലനം നടത്തുക ചെയ്യുന്നത്. ഓക്കെ, പരിചരണ പ്രക്രിയയുടെ സംയോജനവും ഏകോപനവും സംബന്ധിച്ചിട്ട് ഒരു സർവേകൾ പൂർണ്ണമായിട്ടുള്ള ഒരു സിസ്റ്റം വിശകലനം ചെയ്യുന്നു. അക്രഡിറ്റേഷൻ സർവേകൾ ഇനി എങ്ങനെയാ നടത്തുന്നതെന്ന് ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സർവേ ടീമിൽ ആരൊക്കെ വന്നേന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഫിസിഷ്യൻ ഉണ്ട്, നേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ വരുന്നുണ്ട്. ഇനി അക്രഡിറ്റേഷൻ സർവേസ് interview with the staff and patient and other verbal information. അപ്പൊ അക്രഡിറ്റേഷൻ സർവേകൾ എങ്ങനെയാ? സ്റ്റാഫ്, പേഷ്യന്റ് ഒക്കെ ആയിട്ട് അവരുമായിട്ടുള്ള ഇന്റർവ്യൂ നടത്താം. നമുക്ക് പേഷ്യന്റിനോട് നേരിട്ട് വെർബൽ ഫോം എന്ന് പറഞ്ഞാ വെർബൽ ഇൻഫർമേഷൻ നേരിട്ട് ചോദിച്ച് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ സർവേകൾ സംഘടിപ്പിക്കാനല്ലേ, നമ്മുടെ അടുത്തൊരു ഷീറ്റ് കൊണ്ട് തരും, ആ ഷീറ്റ് തരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ പോലെ തരാം, അല്ലെങ്കിൽ അവര് നേരിട്ട് വന്ന് ചോദിച്ച് ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നില്ലേ? നേരെ വെർബൽ നമ്മളോട് നേരെ ചോദിക്കും, നമ്മൾ അതിനുള്ള മറുപടി പറയുമ്പോൾ അത് അവർ നോട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെയുള്ള സർവേകൾ ആണ് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. സ്റ്റാഫും പേഷ്യന്റും ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നോട്ട്. ഓക്കെ, അപ്പൊ അതെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു എന്താ പറയണത്, അങ്ങനെ നോക്കി കഴിയുമ്പോ എത്രത്തോളം അവര് ഇതാണ്ട് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇത് എന്താണ്, അങ്ങനെയുള്ള എല്ലാം അസസ് ചെയ്യാൻ പറ്റും അതിന്റെ. എന്നിട്ട് അതിற்கு അവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുന്നെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആ സർവേയിലൂടെ പറ്റും. ജീവനക്കാരും പേഷ്യന്റും ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അതർ വെർബൽ ഇൻഫർമേഷൻ. പിന്നെ ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ ദ സർവേസ്. പിന്നെ അടുത്ത ഓൺസൈറ്റ് എന്ന് വെച്ചാൽ എന്താ? നേരിട്ട് കണ്ടിട്ടുള്ളത്. ആ പേഷ്യന്റ് കെയർ രോഗി പരിചരണം കണ്ടിട്ട് നേരിട്ട് ആ സർവേയർമാര് എന്ത് ചെയ്യുന്നു? സർവേ ചെയ്യുന്നത്. ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേസ്. സർവേസ് ആ പേഷ്യന്റ് കെയർ പ്രോസസ് നേരിട്ട് കണ്ടിട്ട് അത് ഒബ്സർവേഷൻ നടത്തുന്നത്, ഓൺസൈറ്റ് ഒബ്സർവേഷൻ നടത്തുന്നത്. പിന്നെ നമ്മൾ നോക്കിയേ, മറ്റത് നേരിട്ടായിരുന്നു, വെർബൽ ഇൻഫർമേഷനാ പറഞ്ഞത്. രണ്ടാമത്തേത് എങ്ങനെയാ? അവര് നേരിട്ട് ആ സർവേയർ ആ ഒരു പേഷ്യന്റ് കെയർ പ്രോസസ്സ് കണ്ടിട്ട് എന്നിട്ട് ഓൺസൈറ്റ് ഒബ്സർവേഷൻ നേരിട്ട് ആണെന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത പോളിസികളോ പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികളോ പ്രൊസീജിയറോ ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസോ മറ്റുള്ള ഡോക്യുമെന്റ്സോ ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു സർവേ. 3 രീതിയിലാണ് അക്രഡിറ്റേഷൻ സർവേ നടത്തുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഒന്ന് നോക്കി വെക്കുക, ഏതൊക്കെ രീതിയിലൂടെ ചെയ്യാന്നുള്ളത്. ഇച്ചിരി കൂടി എടുക്കാം നമുക്ക്, അത് കഴിഞ്ഞ് നിർത്താം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആകെ ബോറടിച്ചോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കണ്ടോ? അവരൊന്നും മറുപടി അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു തമ്പും ഒക്കെ വന്നതാണ്. ഇതിപ്പോ ഒന്നുമില്ല, എല്ലാവരും ഇച്ചിരി കൂടി എടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഇത്തിരി ഇതും കൂടി എടുക്കാം. കുറച്ച് യെസ് നോ എന്നൊക്കെ വരുന്നുണ്ട് മെസ്സേജ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളെ നോ മറന്നിട്ടിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടാണോ അതോ ഫോർമാലിറ്റിക്കാണോന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു പഠിക്കാതിരിക്കാൻ പറ്റില്ല. കുറച്ച് നമുക്കത് എടുത്ത് പോകാം. ഓക്കെ, സർവേകൾ അപ്പൊ നമ്മൾ പറഞ്ഞു 3 രീതിയിലാണ് സർവേ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അത് നോട്ട് ചെയ്യണം. അക്രഡിറ്റേഷൻ സർവേസ്, ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ
ഇൻഫർമേഷൻ ഇന്റർവ്യൂ നടത്തിയിട്ട് നേരിട്ട്, പിന്നെ അടുത്ത പേഷ്യന്റ് കെയർ പ്രോസസ്സ് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഓൺസൈറ്റ് ഒബ്സർവേഷൻ അങ്ങനെ നടത്താം. പിന്നെ ഹോസ്പിറ്റലിൽ ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളോ അല്ലെങ്കിൽ പോളിസികൾ പ്രൊസീജിയർ എങ്ങനെയുള്ളത് വെച്ചിട്ട് സർവേ നമുക്ക് നടത്താം. ഇനി ഇവിടെ നോക്കിയേ, സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഈ സർവേ റിസൾട്ടിന് സ്കോർ ചെയ്യണം. ഓരോ മാർക്ക് കൊടുക്കണ്ടേ നമ്മള്? അതിന് ഓരോ സർവേ നോക്കിയിട്ട് ഇത്ര പോയിന്റ് വെച്ചിട്ട് അങ്ങനെ ഇത്ര മാർക്കുകൾ അങ്ങനെ. അതിന്റെ സ്കോറിംഗ് എങ്ങനെയാന്ന് നോക്കിയേ. സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. Each standard must contain a scoring of at least 5. Each standard, ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത്, അതായത് ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത് എന്താണ്, അറ്റ്ലീസ്റ്റ് 5 പോയിന്റ്സ്, 5 പോയിന്റ് വീതം കൊടുക്കുന്നത്. ഓരോ സ്റ്റാൻഡേർഡും നമ്മൾ ഇത് ആണെങ്കിൽ അതിന് കുറഞ്ഞത് 5 പോയിന്റ് കൊടുക്കും. ഈച്ച് ചാപ്റ്റർ, അപ്പൊ ഓരോ സെക്ഷനിലെ ഓരോന്നിനെ ഞാൻ പറഞ്ഞു ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഉണ്ടോ? ഇനി അടുത്ത എല്ലാ ഓരോ ചാപ്റ്ററും ഇതാണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് സ്കോർ എത്ര കൊടുക്കാം? സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8 സ്കോർ അവിടെ ഉണ്ടായിരിക്കണം ഓരോ ചാപ്റ്ററും. ഓരോ സ്റ്റാൻഡേർഡിനും നമ്മൾ 5 സ്കോറാണ് കൊടുത്തത്, സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ ചാപ്റ്റേഴ്സിനും വരുമ്പോ അറ്റ്ലീസ്റ്റ് സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു പോണുള്ളൂ കേട്ടോ. ഇതൊന്നും എത്ര സ്കോർ കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും എക്സാമിനോട് ചോദിക്കാറുണ്ട്. അടുത്ത നോക്കി, ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. ഇനി എല്ലാ സ്റ്റാൻഡേർഡും കൂടി എടുക്കുകയാണെങ്കിൽ അവയുടെ ആവറേജ് എത്രയായിരിക്കണം? 9 ആയിരിക്കണം. ടുഗദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. എല്ലാ സ്റ്റാൻഡേർഡും കൂടി എടുക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് 9 ആയിരിക്കണം. All measurable elements are averaged to obtain the score for the standard. എല്ലാ measurable elements സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടിയുള്ള ഈ സ്കോർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മെഷറബിൾ ഇലമെന്റ്സും എന്തായിരിക്കണം? ആവറേജ് ആയിരിക്കണം. ഈ സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടിയുള്ള സ്കോർ നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ മെഷറബിൾ ഇലമെന്റ്സും എങ്ങനെയായിരിക്കണം? എല്ലാം ആവറേജ് ആയിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് സ്കോറിംഗ് സർവേ റിസൾട്ടിന്റെ സ്കോറിങ്ങിനെ നമുക്ക് 2 ഇതായിട്ട് പറയാം. ഈച്ച് മെഷറബിൾ എലമെന്റ് ME is called. ഇനി നമ്മുടെ മെഷറബിൾ ഇലമെന്റ്സ് ആണ്. ഈ സ്റ്റാൻഡേർഡിന് പുറമെ നമ്മൾ പറഞ്ഞു അടുത്തത് പറഞ്ഞേക്കുന്നതാണ് അല്ലാത്ത സ്റ്റാൻഡേർഡുകൾ അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ കുറച്ച് ഇത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനാണ് മെഷറബിൾ ഇലമെന്റ്സ്, അളക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. അത് നമ്മൾ സ്കോർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, അതായത് ഇവിടെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് അവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ വിച്ച് ആർ ആൻസേർഡ്, അവര് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനുകൾ അവര് ആൻസർ ചെയ്തത് നോക്കുന്നത്. മെറ്റ് ആൻസർ ചെയ്താൽ സ്കോർ ചെയ്തത് 10 മാർക്ക്, സ്കോർ ചെയ്തത് 10. പാർഷ്യലി സ്കോർ ചെയ്തതിന് പകുതിയാണ് ആൻസർ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ അതിന് 5 കൊടുക്കും, 5. നോട്ട് മെറ്റ്. ഇനി ആൻസർ ചെയ്യാത്തതാണെങ്കിലോ, ഒന്നും ആൻസർ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ 0. അങ്ങനെയാണ് അവിടെ കൊടുക്കുന്നത്. ഈച്ച് മെഷറബിൾ എലമെന്റ്സ് ഈസ് കോൾഡ്. ഓരോ മെഷറബിൾ എലമെന്റ്സും സ്കോർ ചെയ്യുന്നത് നമ്മുടെ മെറ്റ് എന്ന് പറഞ്ഞ എന്താ? സ്കോർ ചെയ്തതിന് ഫുള്ള് സ്കോർ ചെയ്തെങ്കിൽ 10, പകുതി സ്കോർ ചെയ്തെങ്കിൽ അതിന് 5. നോട്ട് മെറ്റ്, അത് സ്കോർ ചെയ്യാത്തതാണെങ്കിൽ 0. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റേഴ്സ്. ചാപ്റ്ററിന്റെ സ്കോർ ലഭിക്കുന്നത് എല്ലാ സ്റ്റാൻഡേർഡ്സുകളും എങ്ങനെയായിരിക്കണം? ആവറേജ് ആയിരിക്കണം. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്. എന്തിനു വേണ്ടി? ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റേഴ്സ്. ചാപ്റ്ററിന്റെ സ്കോർ ലഭിക്കുന്നതിന് എല്ലാ സ്റ്റാൻഡേർഡുകളും ആവറേജ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ ആ ചാപ്റ്ററിന് സ്കോർ ലഭിക്കുള്ളൂ. ഓരോ ചാപ്റ്ററിന് സ്കോർ ലഭിക്കണമെങ്കിൽ എന്താണ്? അതിന്റെ സ്റ്റാൻഡേർഡുകൾ ആവറേജ് ആയിരിക്കണം. ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. മൊത്തത്തിലുള്ള സ്കോർ ലഭിക്കുന്നതോ എല്ലാ ചാപ്റ്റേഴ്സും എന്തായിരിക്കണം? ആവറേജ് ആയിരിക്കണം. ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ്. ഇതിനാ? ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. ഓവറോൾ സ്കോർ ലഭിക്കുന്നതിന് എല്ലാ ചാപ്റ്റേഴ്സും ആവറേജ് ആയിരിക്കണം. അതിനകത്തുള്ളതും വായിച്ചു എന്നുള്ളൂ. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഒരു ചെറിയൊരു സെക്ഷൻ കൂടി എടുത്തിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. നാബാണ്. ഇപ്പൊ നമ്മൾ JCI പറഞ്ഞത്, ഇത് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI. അതുപോലെ
ഈ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന മറ്റൊരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇതാണ് നാബ്. എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ബാച്ചിന് മുന്നിലുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നാബിന്റെ എക്സ്പാൻഡഡ് ഫോം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നാബ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബ് എന്ന് പറയുന്നത് എന്താ? ഇതൊരു അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡിയാണ്. ക്വാളിറ്റി ഓഫ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ, അതാണ് നാബ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കുക കേട്ടോ. ഇതെന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റിക്കൊക്കെ കൊടുക്കുന്ന ഒരു റിക്കഗ്നേഷൻ ആണ് ഈ നാബ് അംഗീകാരം നൽകുക എന്ന് പറയുന്നത്. അപ്പൊ എന്താ, അവരുടെ ക്വാളിറ്റി നമുക്കറിയാം, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം, അതൊരു ഓർഗനൈസേഷൻ ഒരു അംഗീകാരം നൽകുകയാണ്. അതാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയും ഒക്കെ ഒരു ക്വാളിറ്റിക്ക് നൽകുന്ന ഒരു റിക്കഗ്നേഷൻ ആണ്. ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അത് ചില മാനദണ്ഡങ്ങള് അത് നേടിയ ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നു, ഈ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. എല്ലാ ഹോസ്പിറ്റലുകൾക്കും കിട്ടില്ല. ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് അത് ഫോളോ ചെയ്ത കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ നേടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഈ അക്രഡിറ്റേഷൻ കിട്ടുന്നത് എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് അപ്പൊ ആർക്കാ കിട്ടുക? ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയാം. അപ്പൊ അതിന്റെ ഗുണം ആർക്കാ വരുന്നത്? അവിടെ ഹോസ്പിറ്റലുകളില് ആർക്കായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുക? ആർക്ക് കിട്ടുക? വെരി ഗുഡ് ചിഞ്ചു, ഇട്ടു. പേഷ്യന്റ് അപ്പൊ ഇപ്പൊ നല്ല ക്വാളിറ്റി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തു, അവർക്ക് പേഷ്യന്റിനാണ് കിട്ടുന്നത് അല്ലെ അതിന്റെ ഗുണം. ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആ കുറെ മാനദണ്ഡങ്ങളൊക്കെ നോക്കി അതനുസരിച്ചുള്ള ക്വാളിറ്റി, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്കാണ് ഈ നാബ് JCI എന്ന് പറഞ്ഞ സംഘടനകൾ എന്ത് ചെയ്യുന്നത്, ഒരു അക്രഡിറ്റേഷൻ, ഒരു അംഗീകാരം നൽകുന്നത്. അപ്പൊ അതെന്താ, ഈ നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ എന്താ, നല്ല ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നല്ല അർത്ഥം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ആരാ? പേഷ്യൻസിനാണ്. അവിടെ ചെല്ലുന്ന പേഷ്യൻസിനെല്ലാം നല്ല ക്വാളിറ്റിയിൽ കിട്ടല്ലേ, അതിന്റെ ബെനിഫിറ്റ് എപ്പോഴും പേഷ്യന്റിനാണ്. എന്നാ ഇതിപ്പോ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഈ അക്രഡിറ്റേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അങ്ങനെ പോകുകയല്ല. അത് ഇപ്പൊ നമ്മുടെ JCIയുടെ 3 വർഷം കൂടുമ്പോഴെന്ന് പറഞ്ഞു. നാബിന്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 വർഷം, every 4 years, ഓരോ 4 വർഷം കൂടുമ്പോഴും അത് റീചെക്ക് ചെയ്യും അവര്. എന്നിട്ട് പിന്നീട് അത് നോക്കി വീണ്ടും ആ ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോണ്ടെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കളയും, പിന്നെ അത് കിട്ടൂല ഓരോ 4 വർഷത്തിലും. അപ്പൊ അവര് ആ ക്വാളിറ്റി അവര് ഹോസ്പിറ്റലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനും കൂടി ഇതുള്ളതാണ്. നോക്കിവിടെ, the NABH standards are reformed every 4 years and now the hospital implement 5th edition standards April 2020. പറഞ്ഞിട്ടുണ്ട് ഓരോ 4 വർഷത്തിലും നാബ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നു. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡുകളും അവർക്ക് അതിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ്. ഇപ്പൊ ഒരു പ്രാവശ്യം പറയുന്ന ഇതായിരിക്കില്ല, 4 വർഷം കഴിയുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആഡ് ചെയ്യും, അതുകൂടി നോക്കും. എന്താണ്, ഓരോ 4 വർഷം കൂടുമ്പോഴും നാബ് സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഫോംഡ്, പരിഷ്കരിക്കുന്നു. NABH standards centers of patient safety and quality of the delivery of services by in their changing health care environment. കണ്ടോ, എന്താ എന്തിന് NABH സ്റ്റാൻഡേർഡ്സ് സെന്റർ ചെയ്തേക്കണേ? പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് ദ സർവീസ്, അവര് നൽകുന്ന സർവീസിന്റെ ക്വാളിറ്റിക്കും അല്ലെ.
അത് നമ്മുടെ മാറി വരുന്ന ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ആ പേഷ്യൻസിന് കൊടുക്കുന്ന സേഫ്റ്റിയിലും അവർ നൽകുന്ന ആ സർവീസിലെ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. NAV is given by autonomous body set up by the government of India as QCI, Quality Council of India, which is the standard making board in India. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വയം ഭരണ സ്ഥാപനം, ഓട്ടോണമസ് ബോഡി, എന്താ സ്വയം ഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എടുത്തോ? നാബിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ടല്ലോ, എടുത്തായിരുന്നു ആ ചാപ്റ്റർ? നാബ് ഇല്ല അല്ലേ? ഇനി ഇതിന്റെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് നാബ് ഇത്. അപ്പൊ ഇവിടെ നമുക്കൊരു ചെറിയൊരു സെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പൊ മനസ്സിലാക്കി വെക്കുക, എന്താ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡിയായി ക്വാളിറ്റി ഓഫ് കൗൺസിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലുകൾക്ക് ഈ അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡിയാണ്. ഇതിപ്പോ ഏത് മിസ്സായി എടുക്കാം, 3 സെക്ഷൻ ഇത് ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് വരികയെന്ന് അറിയില്ല. എങ്കിലും ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നാബിന്റെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കുക. ഇനി അന്നേരം അയ്യോ ആദ്യമായിട്ട് കേൾക്കണോലെ ഇരിക്കരുത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഓർഗനൈസേഷൻ. ഈ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓട്ടോണമസ് ബോഡിയാണ്, ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. നാബ് നമ്മള് 2 ഇതും കൂടെ ഉള്ളൂ, ബാക്കി പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇനി വരുന്നത് നാബ് മെയിൻലി ഡിവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. ഈ നാബ് ഹോസ്പിറ്റലുകളെ ഇങ്ങനെ അക്രഡിറ്റേഷൻ നൽകുന്നത് ഹോസ്പിറ്റലുകൾക്ക് ഒരുമിച്ച് കൊടുക്കല്ല, അതിനെ ഹോസ്പിറ്റലുകളിലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാബ് മെയിൻലി ഡിവൈഡ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. ഏതാന്ന് മാത്രം നോക്കാം. SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. 50 ബെഡ്സിൽ താഴെ, ബെഡുകളിൽ താഴെ വരുന്ന സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അത് ഒരു സെക്ഷൻ. അത് മൊത്തം നമ്മളിപ്പോ വലിയ ഹോസ്പിറ്റലുകളെയും ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഒരുമിച്ച് അംഗീകാരം കൊടുക്കാൻ പറ്റില്ല, അക്രഡിറ്റേഷൻ നൽകാൻ പറ്റില്ല. അതുകൊണ്ട് നാബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹോസ്പിറ്റലുകളെ 2 ഡിവിഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. നാബ് മെയിൻലി ഡിവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. ഏതൊക്കെയാ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്, 50 ബെഡിൽ താഴെയാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി സെന്റർ, ഹെൽത്ത് സെന്റർ ഒക്കെ ഇല്ലേ, അങ്ങനെ ചെറുത്. 15 ബെഡ്സ്, 50 ബെഡിൽ താഴെയായിരിക്കും അവിടുത്തെ ബെഡിന്റെ ഇതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹെൽത്ത് സെന്ററുകളൊക്കെ അതിനകത്ത് വരുന്നതാണ്. മീഡിയം സൈസിൽ ഈ ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്റർ കേട്ടോ, കമ്മ്യൂണിറ്റി സെന്റർ, ഹെൽത്ത് സെന്റർ, ഇതൊക്കെ ഇതിനകത്ത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. അതൊരു സെക്ഷൻ. അടുത്ത് നോക്കിയേ, HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്. ഇനി 50 ബെഡ്സിൽ കൂടുതലുള്ള 50 ബെഡുകളിൽ കൂടുതലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അങ്ങനെ 2 ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് മീഡിയം ഹോസ്പിറ്റലുകളൊക്കെ, ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മീഡിയം, ലാർജ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയം ഹോസ്പിറ്റല്. അപ്പൊ ഇത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ മോർ ദാൻ 15 ബെഡ്സ് ആണെങ്കിൽ അത് മീഡിയം സൈസ് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അങ്ങനെ 2 ഡിവിഷനായിട്ട് നാബ് തിരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ളതും 50 ബെഡിൽ താഴെയുള്ളതും, അങ്ങനെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മതി, നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോ നിങ്ങള് ഇതൊക്കെ ഒന്ന് പോയിന്റ്സുകൾ പറയണതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഏതൊക്കെയാന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ട് ഇന്ന് ഒന്ന് വായിച്ച് തന്നെ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, വീണ്ടും പറയണ്ട, പിന്നെയും നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞു തരുന്നത്. മറന്നു പോകരുത്.
മണിക്കൂർ എടുക്കുന്നത് ഓരോ ചാപ്റ്റർ വൈസ് എടുക്കുമ്പോഴാണെങ്കിലും അത് നിങ്ങൾ ഒന്നോടെ ഒക്കെ വായിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ വായിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോകാനും കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് അപ്പൊ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ബെനിഫിറ്റ്സ് അത് ഞാൻ പറഞ്ഞായിരുന്നു, അതൊന്ന് ടിക്കറ്റ് വെക്കാൻ പറഞ്ഞായിരുന്നു, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. പിന്നെ അതിനകത്ത് JCIയുടെ ഹോസ്പിറ്റൽ എത്ര ഉണ്ടെന്ന് നോക്കണം. JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ 21 ഹോസ്പിറ്റൽ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ പഠിക്കണം. പിന്നെ അതിന്റെ ഗോള്, ആ ഗോൾ എന്താണെന്നുള്ളതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു. പിന്നെ 8 അത് നോക്കണം. 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, JCI അക്രഡിറ്റ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, 8 എണ്ണത്തിന്റെ പേരുകൾ അത് നോക്കണം. പിന്നെ നമ്മൾ 5th എഡിഷനാ പറഞ്ഞത്, അതിന് 4 സെക്ഷൻ ഉണ്ട്. അതിൽ ഓരോ സെക്ഷനും നോക്കാം കേട്ടോ. സെക്ഷൻ 1 വന്നേതാ, സെക്ഷൻ 2 അങ്ങനെ നോക്കാം. പിന്നെ ബാക്കി അതിന്റെ സബ് ഡിവിഷൻ, ആ ചാപ്റ്റേഴ്സുകളുടെ വന്നത് നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതിന് എക്സ്പാൻഡഡ് ഫോം ഒക്കെയാ ചോദിക്കുള്ളൂ. പിന്നെ നമ്മൾ 285 സ്റ്റാൻഡേർഡും 1160 മെഷറബിൾ ഇലവൻസും ആണ് പറയുന്നത്. പിന്നെ JCI 3 വർഷം കൂടുമ്പോൾ അതിന്റെ റീ എക്സാമിൻ ചെയ്തിട്ടാണ് പിന്നെ അക്രഡിറ്റേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അക്രഡിറ്റേഷൻ സർവേ അത് 3 എണ്ണം ഏതെത്തിയാന്നുള്ളത് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി വേറെ നാബിന്റെ അതൊരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോഡിയാന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് 2 ഡിവിഷൻ, ഇത്രയൊന്നും എടുത്തുള്ളൂ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇത് ടഫ് ആയതുകൊണ്ട് ഒരുപാട് എടുക്കുന്നില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ ബൈ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇപ്പൊ എല്ലാവരും വളരെ സൈലന്റ് ആയിട്ടിരുന്ന് വിഷമിച്ച് ക്ലാസ് ഒക്കെ കണ്ടുപോലും തമ്പുമില്ല. മറ്റേത് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുറെ തമ്പുകൾ ഉണ്ടാവും, ചിഹ്നം വിടും, ഇതൊന്നുമില്ല. എല്ലാവരും വളരെ സൈലന്റ് ആയിട്ട് വിഷമിച്ചിരുന്നാണ് ക്ലാസ് കാണുന്നത്. ഓക്കെ, എന്നാലും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ബൈ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം.